വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 15-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഞാൻ പിതാവിന്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഓർമ്മിക്കുക, നമുക്ക് വ്യക്തമായിട്ടറിയാവുന്നതാണ്, സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ശിഷ്യന്മാരെ പെന്തക്കോസ്താ ദിനം വരെ അമ്മയായ മറിയം ഇവരെയും കൂട്ടി മുറിക്കുള്ളിൽ പ്രാർത്ഥനാനിരതരായി ഇരിക്കുവാനുള്ള കാരണം, ഈ ശിഷ്യന്മാരിൽ നിന്നും തങ്ങളുടെ ഗുരു വേർപെട്ടപ്പോൾ തുടർന്നുള്ള ജീവിതം വളരെ ദുസ്സഹമായിരിക്കുമെന്ന് കരുതിയിരുന്നു. ആ നാളുകളിൽ അവരെല്ലാം കൂട്ടം തെറ്റി പല ദിക്കുകളിലായി പല തൊഴിലുകൾ അന്വേഷിച്ചും ചിന്തിച്ചും ഇരുന്ന ദിനങ്ങളായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്ന അമ്മയായ മറിയം ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആ അമ്മയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ ശിഷ്യന്മാർ കൂട്ടം തെറ്റാതെ ഒന്നിച്ചായിരിക്കുവാൻ സഹായിച്ചത്. ഇന്ന് നമ്മുടെ ഇടയിലും നമ്മോടൊപ്പമുള്ള പല സഹോദരന്മാരിലും ഇതുപോലുള്ള ധാരാളം അനുഭവങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ നാടിന്റെ ഒരു ഉയർന്ന ഔദ്യോഗിക പദവി അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി സത്യത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ ഈശോയുടെ സ്നേഹം തന്നിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ അയച്ച സഹായകൻ ഇടപെട്ടപ്പോൾ ഈ ഔദ്യോഗിക ജീവിതത്തിലും ഉപരിയായി മറ്റെന്തോ ഉണ്ടെന്നുള്ള ബോധ്യം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. അതിനാൽ സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും പ്രസക്തിയില്ലെന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ സാധിച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തു അയച്ച സഹായകൻ നമ്മിൽ പ്രവർത്തിച്ചു കൊള്ളുമെന്നുള്ള സത്യം തിരിച്ചറിയുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാളമായി നീ വരൂ, ജ്ഞാനമേ ദാനമേ കണി ആകാശവഴിയേ വരൂ. ആത്മനേ പാവനാത്മനേ സ്നേഹനാളമായി നീ വരൂ, ജ്ഞാനമേ ദാനമേ കണി ആകാശവഴിയേ വരൂ. സ്നേഹ